ഹലോ മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യെസ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും, നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കും, എപ്പോഴും നല്ല സന്തോഷമായിരിക്കണം. ടീച്ചർ എപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണ്? എപ്പോഴും നല്ല സന്തോഷമായിരിക്കണം. ലൈഫിൽ എന്ത് വന്നാലും നമ്മൾ നല്ല സന്തോഷമായിട്ടിരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് എങ്ങനെ നമുക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? പല രീതിയിൽ നമുക്ക് ആ ഒരു വഞ്ചന ഉണ്ടാകാം. ചിലപ്പോ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തിരികെ തരാതെ നമ്മളെ വഞ്ചിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തിയവര് നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ച് അത്രയും വിശ്വസിച്ച് കൂടെ നിന്നിട്ട് അവസാനം നമ്മളെ വഞ്ചിക്കായിരുന്നു ഒരു മൊമെന്റിലൊക്കെ തിരിച്ചറിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മളെ ഹൃദയം തകർത്തിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നു പോയിട്ടുള്ളവരുണ്ടാവും അല്ലെ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നമ്മൾ ചങ്ക് പറിച്ചു കൊടുക്കുന്ന അങ്ങനെ സ്നേഹിച്ചിട്ട് പോലും നമ്മുടെ ലൈഫിൽ നമ്മളെ ചീറ്റ് ചെയ്ത് കടന്നു പോയവരുണ്ട്. അപ്പോൾ അത് ആ ഒരു സമയത്തൊക്കെ എനിക്കറിയാം ഓരോരുത്തരുടെയും അവസ്ഥ. ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലെ, ഓവർ തിങ്കിങ്, കണ്ണുനീര് കൊണ്ട് തലയണകള് കുതിർന്നു പോകുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, മക്കളെ, നമുക്ക് ഈ ഒരു ചതിയുടെ, ഈ ഒരു വഞ്ചനയുടെ വേദനയെ മറികടന്ന് ടേൺ ദിസ് ബിട്രയൽ ഇൻടു ദ ബിഗസ്റ്റ് കംബാക്ക് ഓഫ് യുവർ ലൈഫ്. എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു മോശം അവസ്ഥ വരുമ്പോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിശക്തമായിട്ട് എന്തുകൊണ്ട് നമുക്ക് ലൈഫിൽ വിജയിച്ചുകൂടാ? തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. പലരും ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ തകർന്നടിഞ്ഞ് തീർന്നു എന്റെ ജീവിതം, ചിലര് ആത്മഹത്യ ചെയ്യും, ജീവിതം മടുത്തു എന്ന് ചിന്തിക്കും. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ ഇതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചു വരവാക്കി മാറ്റാമെന്ന് ചിന്തിക്കാം. ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, ഓക്കെ, എന്റെ ലൈഫിലും ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ എനിക്ക് എങ്ങനെ ഈ അവസ്ഥയൊക്കെ മറികടന്നുകൊണ്ട് തിരിച്ച് അതിശക്തമായിട്ട് എനിക്ക് വിജയിക്കാമെന്ന് ചിന്തിക്കുക. അല്ലാതെ കരഞ്ഞ് തളർന്ന് അവർ നോക്കുമ്പോൾ നമ്മൾ ഒന്നിനും കൊള്ളാതെ ലൈഫിൽ ഇപ്പോഴും അവരെയൊക്കെ ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞ് എന്തിനു നമ്മുടെ ജീവിതം നശിപ്പിക്കണം? ആരെങ്കിലും നമ്മളെ ചതിച്ചാൽ, വഞ്ചിച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവരുടെ യഥാർത്ഥ സ്വഭാവമാണ് അല്ലെ. നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മനസ്സുകൊണ്ട് പോലും അല്ലെ നമ്മളെ വഞ്ചിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് അത്രയ്ക്ക് മൂല്യമേ ഉള്ളൂ, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഇപ്പോ നമ്മുടെ മൂല്യത്തിന് അവിടെ ഒരു കുറവും വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഭാവി അവിടെ തീർന്നു പോകുന്നില്ല. ചില വ്യക്തികൾ അല്ലെ സ്നേഹിച്ചിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നടിക്കും, എന്നിട്ട് വഞ്ചിച്ചിട്ട് കടന്നു പോകും. ആ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന വേദന നമുക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഓർക്കുക. ലോ ഓഫ് കർമ്മ. ലോ ഓഫ് കർമ്മ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് കർമ്മ പറയുന്നത് എന്താ? നമ്മൾ കാരണം ഒരാളുടെ കണ്ണുനീരിന് ഇടയായാൽ, നമ്മൾ ഒരാളുടെ കണ്ണുനീര് വീഴ്ത്തിയാൽ, നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ, നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ വേദനയ്ക്ക് കാരണമായാൽ തീർച്ചയായിട്ടും ബൂമറാങ് പോലെ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പൊ നമ്മളെ ചീറ്റ് ചെയ്തിട്ട് ഈ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അവര് ചെയ്തതിന്റെ ശിക്ഷ അവർക്ക് കിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോ കുറച്ച് ലേറ്റ് ആയാലും തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും. അതാണ് ലോ ഓഫ് കർമ്മ പഠിപ്പിക്കുന്നത്. എപ്പോഴും ടീച്ചർമാർ പറയില്ല, നന്മയുള്ളവരായിരിക്കണം, സത്യസന്ധരായിരിക്കണം, നന്മ ചെയ്യണം. കാര്യം എന്താണ്? നന്മ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബൂമറാങ് പോലെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. പലരും ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവനവനെ തന്നെ വിലയില്ലാതെ കാണും. ഞാൻ അത്ര പോരാത്തത് കൊണ്ടാണോ ആ വ്യക്തി എന്നെ ഉപേക്ഷിച്ചു പോയത്? എന്റെ തെറ്റുകൊണ്ടാണോ? ഇങ്ങനെ പല നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോയി, ഓവർ തിങ്കിങ്ങിലേക്ക് പോയി ചിന്തിച്ച് അവനവനെ തന്നെ കുറ്റപ്പെടുത്തി പലരും അവരുടെ ലൈഫ് നശിപ്പിക്കുന്നത് കാണാം. പിന്നെ ചിലരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് വഞ്ചിച്ചവരോട് പ്രതികാരം ചെയ്യാനിട്ട് ഒരുങ്ങും. അവരെ തകർക്കണം, ഞാൻ അനുഭവിച്ച വേദന അവരും അറിയണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ സത്യത്തില് നമ്മൾ ഈ ഒരു പ്രതികാര മനോഭാവം കൊണ്ട് നടക്കുമ്പോൾ നശിക്കുന്നത് അവരുടെ ജീവിതമല്ല, നമ്മുടെ ജീവിതമാണ് എന്ന് നമ്മൾ ഓർക്കണം. കാര്യം എന്താ?
നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. നമുക്ക് പിന്നെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല അല്ലെ. എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഉമിത്തിയിൽ നീറുന്ന പോലെ നീറ് ജീവിക്കേണ്ടി വരും. അവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോയി അന്തസ്സായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കാണാം. അപ്പോ നമ്മള് ഈ 3 കാര്യങ്ങള് യാതൊരു കാരണവശാലും ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെ പിന്തുടരരുത്. നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയ വ്യക്തിക്ക് പിറകെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ പുറകെ പോകരുത്. നിങ്ങളൊരു യാചകനല്ല അല്ലെങ്കിൽ യാചകയല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര്, നമ്മളെ വില കൽപ്പിക്കുന്നവര്, നമ്മളെ അമൂല്യമായി കരുതുന്നവർ ഒരിക്കലും നമ്മളെ വഞ്ചിച്ചിട്ട് കടന്നു പോവില്ല. അവർക്ക് നമ്മളൊരു വിലയില്ലാത്തവരായതുകൊണ്ടാണ് അവർ നമ്മളെ ഇട്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരുടെ കാല് പിടിച്ച് നേടേണ്ട ഒന്നാണോ സ്നേഹം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലുമല്ല. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും എന്ത് ചെയ്യും, ഇങ്ങനെ അവരുടെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് നോക്കും, വാട്സാപ്പിൽ നോക്കും, അവരുടെ പ്രൊഫൈൽ പിക്ചർ കാണും, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ അവരെ തേടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പഴയ മുറിവ് വീണ്ടും 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 കുത്തി തുറക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മൂന്നാമതായിട്ട്, നമ്മൾ ഒരാളിൽ നിന്നും ഒരു വഞ്ചന ഉണ്ടായി എന്ന് വിചാരിച്ച് എല്ലാവരെയും അവിശ്വസിക്കരുത്. എല്ലാവരും ഇതുപോലെ വഞ്ചിക്കുന്ന ആൾക്കാരല്ല. വളരെ കുറച്ച് ആൾക്കാർ എങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അപ്പൊ ആ നല്ല ആളുകളെ നമ്മൾ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ മക്കൾ. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ആ ഒരു കണ്ണിലൂടെ കാണാതിരിക്കുക. ചിലർക്ക് ആരിൽ നിന്നെങ്കിലും ഒരു വഞ്ചന ഉണ്ടായി പിന്നെ ഒരാളെയും ട്രസ്റ്റ് ചെയ്യത്തില്ല, എല്ലാവരും ഇങ്ങനെ എനിക്കറിയാം എന്നൊക്കെ മനസ്സിലെങ്ങനെ കോമൺ ആയിട്ട് ചിന്തിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ശരിക്കും പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് ഒരു താൽക്കാലിക വിജയം മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ സക്സസ്, അതാണ് അവർക്കുള്ള മറുപടി. നമ്മൾ വിജയിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട്, നമുക്ക് കരയണമെങ്കിൽ നമ്മളൊന്ന് പൊട്ടിക്കരഞ്ഞ വിഷമം തീർക്കുക. കാര്യം ലൈഫിൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ചിലരെന്ത് ചെയ്യും, ഇങ്ങനെ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കും. അത് വല്ലാത്ത ഡിപ്രഷനും മോശം അവസ്ഥയിലേക്കൊക്കെ പോകും. ഒന്ന് പൊട്ടിക്കരണമെങ്കിൽ കരഞ്ഞ് തീർക്കുക. കരഞ്ഞ് തീർത്തതിന് ശേഷം തീരുമാനിക്കുക, ഇനി ഒരിക്കലും ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ കരയില്ല. കാര്യം എന്താ, അവർക്ക് നമ്മൾ വിലയുള്ളതായിട്ട് തോന്നുകയായിരുന്നെങ്കിൽ ഒരിക്കലും അവർ നമ്മളെ വിട്ടിട്ട് പോവില്ലായിരുന്നു. അപ്പൊ നമ്മളെ വില ഇല്ലാത്തതുകൊണ്ടാണ് അവർ കളഞ്ഞിട്ട് പൊയ്ക്കോട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുക, അവരുമായിട്ടുണ്ടായിട്ടുള്ള ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പോയി നോക്കാതിരിക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വേദന വർദ്ധിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, വളരെയധികം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മുടെ സെൽഫ് ലവ് കൂട്ടുക. നമ്മളൊരു വെറുതെയായിട്ടുള്ള പേഴ്സൺ അല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാര്യം മറ്റൊരാൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളുടെ മൂല്യം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ ആ സമയം അവനവന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ ചിന്തിച്ചെന്താണെന്നറിയാമോ, എന്റെ ലൈഫിൽ അങ്ങനെ ചീറ്റിംഗ് ഉണ്ടായപ്പോ ഓക്കെ, അവരെന്നെ ചീറ്റ് ചെയ്തു, ശരി, അവർക്ക് ഞാനൊരു വിലയില്ലാത്ത വ്യക്തി ആയിരുന്നിരിക്കാം, പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ വിജയിച്ച് കാണിച്ച്, അവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് വിജയിച്ച് ഇന്ന് ആ സക്സസിൽ നിൽക്കുമ്പോ നമ്മളെ വേദനിപ്പിച്ചവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി അതാണ്. അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, പക്ഷെ എന്താണ്, നമുക്ക് അത്രയും മൂല്യമുള്ളവരാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഒരു പരാജിതനെ പോലെ തലയും കുമ്പിട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ട വ്യക്തിയല്ല നിങ്ങൾ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലരും ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ശരീരം മോശമായ അവനവനെ തന്നെ നശിപ്പിക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള സ്കിൽസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യുക. എന്റെ ലൈഫിൽ എനിക്ക് എന്താണ് നേടേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണയിലേക്ക് എത്തി ആ ഗോള് സെറ്റ് ചെയ്ത് ആ ഗോള് നേടാൻ വേണ്ടി നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഒന്നും ചിന്ത പോയത്, ഇവരുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ മെല്ലെ 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 ആ ലക്ഷ്യങ്ങൾ നേടി നമ്മൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെയാ ചെയ്തത്. ഞാൻ അതിൽ നിന്നൊക്കെ ശ്രദ്ധ വിട്ടിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ഗോള് സെറ്റ് ചെയ്തു. ആ ഗോൾസ് ഓരോന്നായി നേടിക്കൊണ്ടിരിക്കുക. ഒരു ഗോള് സെറ്റ് ചെയ്യുന്നു, അത് നേടുന്നു, അത് കഴിഞ്ഞ് അടുത്ത ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് കൊടുക്കാറില്ല. ഇനി നമ്മൾ നാലാമതായിട്ട് ചെയ്യേണ്ടത്, ഈ അനുഭവത്തിൽ നിന്നും നമ്മൾ ഒരു പാഠം പഠിക്കാം. അതായത് ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കരുത്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുന്ന ലെവലിലേക്ക് പോകരുത്.
എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ നമ്മൾ വിശ്വസിക്കരുത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പഴിക്കരുത്. അവനവനെ പഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർത്തുക. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മികച്ച ജീവിതം കെട്ടിപ്പടുക്കാം. ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിച്ചവർ നിങ്ങൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സക്സസ്ഫുള്ളോടെ നിങ്ങൾ ജീവിക്കുന്ന കാണുന്ന ആ നിമിഷമാണ്. ചിലപ്പോൾ ദൈവം ചില ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ ഒഴിവാക്കും. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് വേദനിക്കും. അവരെന്റെ ലൈഫിൽ നിന്ന് കടന്നുപോയല്ലോ, അവരെനിക്ക് അത്രയും മികച്ചവരായിരുന്നു എന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ തോന്നലാണ്. പക്ഷെ ദൈവത്തിനറിയാം ഈ വ്യക്തി ഒരിക്കലും നമുക്ക് സൂട്ടബിൾ അല്ല നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ, അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഇവര് നമുക്ക് സൂട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് ദൈവം അവരെ നമ്മുടെ ലൈഫിൽ നിന്നും നീക്കം ചെയ്തത് എന്നുള്ള ഏറ്റവും വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. പോയവര് പോട്ടെ, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നമ്മളെ കൂടെ നിർത്തി മക്കളെ നിന്നെ കൊണ്ട് പറ്റും, നീ അത് ചെയ്യ്, നീ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തുന്ന നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ ആ വേദനയിൽ നിന്നും പറന്നുയരണം മക്കളെ. നിങ്ങളെ വഞ്ചിച്ചവർക്ക് നിങ്ങളെപ്പോലൊരു നല്ല വ്യക്തിയെ അവര് നഷ്ടപ്പെടുത്തി. നമുക്കെന്ത് അല്ലെ? നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. നമുക്കല്ല നഷ്ടം, അവർക്കാണ് നഷ്ടം. കാര്യം എന്താ? അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി അവര് നഷ്ടപ്പെടുത്തി. നമുക്കൊരു നഷ്ടമേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ തകർന്നടിയാതെ സ്വയം ചിന്തിക്കുക. ഈ സിറ്റുവേഷനിൽ എനിക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ തളരാം, അല്ലെങ്കിൽ വളരാം. തളരണമെന്നല്ല, വളരണമെന്ന് ചിന്തിക്കുക. എനിക്ക് വളരണം, എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങേയറ്റം വളരും. ആ കിട്ടിയ സ്പാർക്ക് ഉണ്ടല്ലോ മക്കൾ, ആ സ്പാർക്കിനെ എരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങേയറ്റം വളരണം, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടും. എന്നെ ഈ ചതിച്ച വ്യക്തിക്ക് മുന്നിൽ ഞാൻ അന്തസ്സായിട്ട് സക്സസ്ഫുൾ ആയിട്ട് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഭൂമിയിൽ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല. ലൈഫിൽ ഇതുപോലെ ഒരുപാട് വേദനകളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് എവരിവൺ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.